മന്ത്രി വി ശിവൻകുട്ടിയെ കേന്ദ്രീകരിച്ച് ഒരു ഇല്ലാത്ത വാർത്ത ഇന്ന് മാധ്യമങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾ കാണണം. അത് യാദൃശികമായി സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾ കരുതരുത്. ഈ അടുത്ത ദിവസം വി കെ പ്രശാന്തിന്റെ, അതായത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള വി കെ പ്രശാന്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു ചർച്ച ഉയർന്നു വന്നത് നിങ്ങൾ കേട്ടതാണ്. അതൊരു ഓഫീസിന്റെ പേരിൽ. അത് യാദൃശികമായി സംഭവിച്ചതാണോ? അല്ല. കേരളത്തിൽ, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് സംഘപരിവാറുകാർ നോട്ടമിട്ടിരിക്കുന്ന, അവർ വിജയിക്കുമെന്ന് പറയപ്പെടുന്ന മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് മാധ്യമങ്ങൾ അനാവശ്യ വാർത്താ ചർച്ചകൾക്ക് തുടക്കമിടുന്നത് എന്ന് നിങ്ങൾ ഈ വാർത്ത കണ്ടിട്ട് മനസ്സിലാക്കണം. വി കെ പ്രശാന്തിന്റെ കാര്യത്തിലും സംഭവിച്ചതാണ്. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം അവിടെ എത്തിയപ്പോൾ മാധ്യമങ്ങൾ ചെല്ലുന്നു, നേമത്ത് മത്സരിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിലൊന്നും ഞാൻ ഇക്കുറി മത്സരത്തിനില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടേയില്ല. പക്ഷേ അങ്ങനെ ഒരു വാർത്ത ഉടനടി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ആ പ്രതികരണം കേൾക്കണം. എന്നിട്ട് നേമത്ത് ഞാൻ മത്സരത്തിനില്ല, ഇങ്ങനെ ഒരു കാർഡാണ് അടിച്ചിറക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ആ ബൈറ്റിൽ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ, ആ പ്രതികരണത്തിൽ ഇങ്ങനെ ഒരു വാചകമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. നേമത്തേക്ക് ഞാൻ 2 പ്രാവശ്യം ജയിച്ചു, 1 പ്രാവശ്യം പരാജയപ്പെട്ടു, പിന്നെ 3 പ്രാവശ്യമായി. ജയിച്ചപ്പോൾ പിന്നെ 1 പ്രാവശ്യം രാജഗോപാലാണ് പരാജയപ്പെടുത്തിയത്, പിന്നെ കുമ്മന രാജശേഖരനെ പരാജയപ്പെടുത്തി, പിന്നെ നമ്മുടെ മുരളീധരൻ മത്സരിച്ച് പരാജയപ്പെടുത്തി. എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ഇരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ഉം നേമത്താരും മത്സരിക്കണമെന്ന് തീരുമാനിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നത്. അല്ല, ഞങ്ങളൊന്നും ആദ്യമേ സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുന്നവരല്ലല്ലോ ഞങ്ങൾ ഇതിനടുത്ത് മത്സരിക്കാൻ വേണ്ടി പോകണം. പാർട്ടി എടുക്കുന്ന തീരുമാനം, അത് ഇത്രയും നാൾ 40 വർഷക്കാലമായി പാർട്ടി എടുത്ത തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ഏത് കാര്യത്തിലും പാർട്ടി എടുക്കുന്ന തീരുമാനം തന്നെയാണ് എൻ്റെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത്. കേട്ടല്ലോ, കൃത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതായത് 3 തവണ മത്സരിച്ചു, 1 തവണ രാജഗോപാലേട്ടനെ തോൽപ്പിച്ചു, പിന്നെ പരാജയപ്പെട്ടു, പിന്നീട് കെ മുരളീധരനെ തോൽപ്പിച്ച കാര്യവും അദ്ദേഹം പറയുകയാണ്. 2 തവണ അതിൽ വിജയിച്ചു. ആ കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു ശൈലിയില്ല, പാർട്ടി എന്താണോ പറയുന്നത് അത് ഞാൻ കേൾക്കും. ഇത്ര മാത്രമാണ് അതിലുള്ള വാചകം. ഇതിലെവിടെയാണ് ഞാൻ ഇക്കുറി മത്സരത്തിനില്ല എന്ന് പറഞ്ഞത്? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ദുരുദ്ദേശം എന്താണെന്ന്. ഈ ഒരു സംഭവം വന്നത് എന്തിനെന്ന് പറഞ്ഞാൽ BJP പേജുകളിൽ ഒരു ചർച്ചയാക്കണം. നേമത്തുള്ള ഇടതുപക്ഷ അനുഭാവികളെ പോലും ഒന്ന് ബാക്ക് ഫുട്ടിലാക്കണം. അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ വേണ്ടി കൃത്യമായിട്ട് സംഘപരിവാർ നടപ്പാക്കുന്ന വാർത്താ അജണ്ടയാണ്. അതായത് പ്രൊപ്പഗാൻഡ. അവിടെ ശിവൻകുട്ടിക്ക് പോലും മത്സരിക്കാൻ ധൈര്യമില്ല, പിന്മാറുന്നു, പേടിക്കുന്നു എന്ന തരത്തിൽ ഒരു നരേഷൻ ഉണ്ടാക്കാനുള്ള തന്ത്രമാണ്. അത് പൊടുന്നനെ തന്നെ BJP പേജുകളിലും പ്രത്യക്ഷപ്പെട്ടു. നോക്കേ, രാജീവ് ചന്ദ്രശേഖരനോട് ഭയപ്പെടുമെന്ന് പേടി എന്ന രീതിയിൽ ആ ഒരു വ്യാഖ്യാനം വരികയാണ്. അതിനുശേഷം മാതൃഭൂമി തന്നെ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. അതിലെ ആങ്കർ പോർഷൻ എന്താണെന്ന് നോക്കിയേ. ഇവർ കൊടുത്ത പിതൃശൂന്യ വാർത്ത, ഒരാൾ പറയാത്ത കാര്യത്തെ പറഞ്ഞു എന്ന് വരുത്തിയതിനു ശേഷം മന്ത്രി U-ടേൺ അടിച്ചത്രേ. നേമത്ത് മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി വിവാദമായതിന് പിന്നാലെ U-ടേൺ അടിച്ചു. മത്സരിക്കാനില്ലെന്നല്ല പറഞ്ഞത്, പാർട്ടി തീരുമാനിക്കും എന്നതാണ് തന്റെ നിലപാട് എന്നും വി ശിവൻകുട്ടി രണ്ടാമത് വ്യക്തമാക്കി. ഞാൻ അങ്ങനെയല്ല പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത്. എന്നോട് ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പെല്ലാം വരാൻ വേണ്ടി പോവുകയാണല്ലോ, നേമം മണ്ഡലത്തിൽ എന്താ സ്ഥിതി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത്, നേമം മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മറ്റു ചില പാർട്ടികൾ ചെയ്യുന്ന പോലെ സ്വന്തമായിട്ട് നേമത്ത് ഞാൻ മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരാവകാശങ്ങൾ എനിക്കില്ല. എന്ന് മാത്രമല്ല, ഞാൻ 3 പ്രാവശ്യം അവിടെ മത്സരിച്ചു. ഇത് അവിടുത്തെ നിയമത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ 2-3 ടേമിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചതാണ് പറഞ്ഞത്. ഇതിലെവിടെയെങ്കിലും മന്ത്രി U-ടേൺ അടിച്ചോ? പക്ഷേ U-ടേൺ അടിച്ചതാക്കി ആൾക്കാരുടെ മനസ്സിലേക്ക്, ആൾക്കാരുടെ ചിന്തയിലേക്ക് അങ്ങനെ മന്ത്രി പറഞ്ഞത് മാറ്റി പറഞ്ഞതാക്കി. ഇതിനോടൊന്നും ഇങ്ങനെ അല്ല പ്രതികരിക്കേണ്ടത്. മന്ത്രിക്ക് ഉറപ്പുണ്ട് ഇവിടെയൊക്കെ തെറ്റുപറ്റി എന്ന രീതിയിലൊക്കെ അവരോട് വളരെ സൗഹാർദ്ദത്തിലൊക്കെ പെരുമാറുമ്പോൾ കൂടെ നിന്ന് 8ന്റെ പണി തരുന്നതാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് തെമ്മാടിത്തരമല്ല വാർത്തയായിട്ട് എഴുതി കൊടുക്കേണ്ടത് എന്ന മറുപടിയാണ് ഇവരോട് പറയേണ്ടത്. അതിനെ മന്ത്രി U-ടേൺ അടിച്ചു, അല്ലെങ്കിൽ മന്ത്രിക്ക് പേടി എന്ന രീതിയിലൊക്കെ നേമത്തുള്ള സഖാക്കന്മാരുടെ ആത്മവിശ്വാസം കുറയ്ക്കാനും അവിടെയുള്ള സംഘപരിവാറുകാർക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി വാർത്ത സൃഷ്ടിച്ചിറക്കുന്ന ഈ പ്രൊപ്പഗാൻഡയെ കുറിച്ചൊക്കെ ഇടതുപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാർക്ക് ചിന്തിക്കാൻ പറ്റണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അവർ PR വർക്കിന് വേണ്ടി മാധ്യമ മുതലാളിമാരെ ഇതിനോട്
അടക്കം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വാർത്ത വരിക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതിൽ എന്തും അവർ വാർത്തയാക്കും. ആ വാർത്ത അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനോട് സൗമ്യഭാവത്തിൽ പ്രതികരിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങലല്ല വേണ്ടത്. തോന്നിവാസങ്ങൾ എഴുതി പിടിപ്പിക്കരുത് എന്ന തരത്തിൽ തന്നെയാണ് പ്രതികരിച്ച് അത്തരം വാർത്തകൾക്ക് അധിക്ഷേപങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ തക്കതായിട്ടുള്ള മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ വലിയ ഡാമേജ് ഉണ്ടാക്കും. അതൊക്കെ സഖാക്കന്മാരെ സംബന്ധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ താഴേക്കടയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ ആത്മവിശ്വാസം കെടുത്താൻ വേണ്ടി സംഘപരിവാർ പേജുകൾ എടുത്ത് പ്രചരിപ്പിക്കുമെന്നുള്ള യാഥാർത്ഥ്യം ദയവായി നേതാക്കന്മാരൊന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ.